നിലവിളി കേൾക്കുന്നവനായ ദൈവം. നീ നിലവിളിക്കുകയാണോ? എത്ര നാളായി നിലവിളിക്കാൻ തുടങ്ങിയിട്ട്? ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം, ചില വർഷങ്ങൾ നിലവിളി കേൾക്കുന്നവനായ ദൈവം. ഇത് ഒരു സംഭവ കഥ വേദപുസ്തകത്തിൽ നിന്നും വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം വായിക്കാനൊക്കത്തില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ഭർത്തമായുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അന്ധനായ ഒരു മനുഷ്യൻ റോഡ് സൈഡിലിരുന്ന് ദൈവാലയത്തിലേക്ക് പോകുന്നവരുടെയൊക്കെ കൈ നീട്ടി ഭിക്ഷ ചോദിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. അവൻ യേശുവിനെ പറ്റി കേട്ടു. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 47-ാമത്തെ വാക്യം. അവൻ യേശുവിനെ പറ്റി കേട്ടു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയാണിത്, സംഭവമാണിത്. മാത്രമല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നിനക്കൊരു അത്ഭുതം വേണമെങ്കിൽ ഇതുപോലെ ഒരു അത്ഭുതം നേടിയിട്ടുള്ളവരുടെ കഥകൾ വേദപുസ്തകത്തിനകത്ത് നോക്കണം, വേദപുസ്തകത്തിന് വെളിയിലുള്ളവരുടെയും കേൾക്കണം. പഠിക്കാൻ ബുദ്ധിയില്ലാത്ത ഒരാൾ ബുദ്ധി ഉണ്ടാകുന്ന നോക്കണം അല്ലേ? ദാവീദിന് ബുദ്ധി ഉണ്ടായി മഹാരാജാവായി തീരാൻ, രാജാവായി തീരാനല്ല, ഒരു പഞ്ചായത്ത് ഓഫീസറൊന്നുമല്ല, മഹാരാജാവായി തീരാനുള്ള കൃപ ലഭിച്ചു. ജോസഫ് ആരാണ്? ആടിനെയൊക്കെ നോക്കിക്കൊണ്ട് നടന്ന ഒരു ചെറുക്കനാണ്. പിന്നെ ജയിൽ പുള്ളിയായിരുന്നു. ഒരു 13 വർഷം ജയിലിൽ കിടക്കാമെങ്കിൽ അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് പോകും അല്ലേ? ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു, അപകർഷാബോധം. എന്താണ്? ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരാരും, ഞങ്ങളുടെ കുടുംബത്തിലാരും പട്ടാളക്കാരില്ല. പട്ടാളം മോശമല്ല, പക്ഷേ എൻ്റെ കുടുംബത്തിലാരുമില്ല. എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലില്ല, അമ്മയുടെ ഇല്ല. അപ്പോൾ ഞാൻ അവധിക്കൊക്കെ ചെല്ലുമ്പം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ, ഒരു ശവമടക്കിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിലായിരിക്കാം, മറ്റുള്ളവരൊക്കെ എൻ്റെ കസിൻ പ്രദേശൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്ത്, നീ എവിടെ? ഞാൻ പട്ടാളത്തിലാണ്. എയർഫോഴ്സിലാണോ? അല്ല, പട്ടാളത്തിലാണ്. അപ്പോൾ ഒരു അപകർഷാബോധത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതുപോലെ ഈ മനുഷ്യനും ഒരു അപകർഷാബോധത്തിലായിരിക്കാം. പക്ഷേ ആ സമയത്ത് അവൻ കേട്ടു. എന്താ കേൾക്കേണ്ടത്? നിങ്ങൾ അപകർഷാബോധത്തിലാണോ? അപകർഷാബോധത്തിൽ നിന്ന് തിരിച്ചു വന്നവരുടെ കഥകൾ നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ രോഗിയാണോ? രോഗത്തിൽ നിന്ന് പുറത്തു വന്നവരുടെ കഥകൾ നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കടഭാരത്തിലാണോ? കടഭാരത്തിൽ നിന്ന് പുറത്തു വന്നവരുടെ കഥകൾ നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സഭ വളരാത്തതാണോ? സഭ വളർന്നിട്ടുള്ളവരുടെ കഥകൾ നിങ്ങൾ കേൾക്കണം. അവൻ കേട്ടു. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം അവൻ കേട്ടു. 47-ാമത്തെ വാക്യം. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അവൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. 47-ാമത്തെ വാക്യത്തിനകത്ത് തന്നെ അവൻ യേശുവിനോട് അവൻ്റെ വാചകങ്ങളിൽ പ്രാർത്ഥിച്ചു. എൻ്റെ വേദപുസ്തകത്തിനകത്ത് ആദ്യം മുതൽ അവസാനം വരെ ആരും എഴുതി വെച്ച ഒരു പ്രാർത്ഥന വായിച്ചിട്ടില്ല. വായിക്കുന്നത് പാപമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എഴുതി വെച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചാരും ഒന്നും നേടിയിട്ടില്ല. ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നീ യേശുവിനോട് പ്രാർത്ഥിക്കണം. നിൻ്റെ വാചകത്തിൽ പ്രാർത്ഥിക്കണം. ഒഴിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, വേറൊരാൾ പ്രാർത്ഥിച്ചാൽ പോരാ, നിൻ്റെ അമ്മ പ്രാർത്ഥിച്ചാലും പോരാ, നീ പ്രാർത്ഥിക്കണം, നിൻ്റെ വാചകത്തിനകത്ത് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, അവൻ ദൈവത്തോട് കരുണ ചോദിച്ചു. ഹല്ലേലൂയ. അവൻ അർഹനല്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് വാസ്തവത്തിൽ ഒന്നും നേടിയെടുക്കാനുള്ള കൃപയില്ല, കഴിവില്ല, നമുക്ക് യോഗ്യതയില്ല. ഒന്നും. ഒരു ഷൂസ് വേണം, ഒരു ഡ്രസ്സ് വേണം, ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് പാപക്ഷമ കിട്ടാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. പക്ഷേ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഹാവ് മെർസി ഓൺ മീ. ഹല്ലേലൂയ. 48-ാമത്തെ വാക്യം. അവൻ്റെ പലരും അവൻ്റെയൊക്കെ പറഞ്ഞു നിർത്തലാശം ഉണ്ടാതിരിക്കുന്നു പറഞ്ഞു. ഹി റിഫ്യൂസ് ടു സ്റ്റോപ്പ്. ഹല്ലേലൂയ. അവൻ നീയും നിൻ്റെ എൻ്റെ വിഷയം അതാണ്. നിൻ്റെ നിലവിളി നിർത്തരുത്. അവൻ കേൾക്കുന്നത് വരെ, അവൻ നിൽക്കുന്നത് വരെ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെ, അത് 1 മാസമായിരിക്കാം, 1 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം, നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിൻ്റെ അത്ഭുതം വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ്. ഞാനൊരിക്കൽ ബോംബെയിൽ മീറ്റിംഗ് നടത്തുകയാണ്. എല്ലാ സഭകളും കൂടെ ചേർന്നിട്ടുള്ള, അവിടെയുള്ള സഭകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ്, ഒരു കൺവെൻഷനാണ്. ബോംബെയിലെ എൻ്റെ വിചാരം അങ്ങനെ ഏറ്റവും വലിയ ക്രൂസൈഡ് അതായിരുന്നു. ഞാൻ ആ വലിയ ക്രൂസൈഡ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പ്രസംഗിക്കും, ആരെങ്കിലും മറാഠി ഭാഷയിലോട്ട് പരിഭാഷപ്പെടുത്തും. അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗികൾക്ക് ഒത്തിരി പേരുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് പറഞ്ഞു, ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പറഞ്ഞു, ഞാൻ ഇന്ന് കണ്ണട മാറാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കുവൈറ്റിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ണട മാറാൻ പ്രാർത്ഥിച്ചത്. അതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടില്ല. പെട്ടെന്നൊരു അകത്തൊരു പ്രചോദനം ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്. അന്ന് കുണ്ടറക്കാരൻ കുഞ്ഞുഞ്ഞിച്ചായൻ, പലർക്കും അറിയാവുന്നവരവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മോള് എപ്പോഴും ഞാനുമായിട്ട് കറസ്പോൺസ് ചെയ്യും. കുഞ്ഞുച്ചായൻ, ഞാൻ പറഞ്ഞു ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം, കണ്ണട വെച്ചിട്ടുള്ള ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നാട്ടെ. ഏറ്റവും അവസാന ദിവസം, ഞാൻ അന്നത്തെ ദിവസം സാക്ഷ്യം പറയിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അന്ന് ചിലപ്പോൾ എമോഷണലായിട്ട് എല്ലാവരും പറയും എൻ്റെ വേദന അങ്ങ് മാറി, പക്ഷേ അടുത്ത ദിവസം രാവിലെ വേദന വന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം ഞാൻ സാക്ഷ്യം പറയിപ്പിക്കുമ്പോൾ 2, 3, 4, 5, 6 പേര് അവരുടെ കണ്ണട മാറിയതായിട്ട് പറഞ്ഞു. അന്നേരം ഈ കുഞ്ഞുച്ചാനും വന്നു വെച്ച് പറഞ്ഞു, എനിക്ക് 60 വയസ്സുണ്ട്,
PG വർഗീസ് പറഞ്ഞ് ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചെറുപ്പക്കാരുടെ കണ്ണട മാറ്റാമെങ്കിൽ എൻ്റെയും കണ്ണട മാറ്റാം. ആണ് ഞാനും പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കണ്ണട മാറി. 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കൊല്ലത്ത് മുസ്ലിങ്ങളുടെ ഒരു പള്ളിയുണ്ട്, അവിടെ അപ്പുറത്തൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിനകത്ത് ഞാൻ മീറ്റിംഗ് നടത്തുമ്പോൾ കുഞ്ചായ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് വേറെ 10 വർഷത്തിന് മുമ്പ് എൻ്റെ കണ്ണട മാറിയതാ, ഇതുവരെ കയറിയിട്ടില്ല, അന്ന് പോക്കറ്റിൽ വന്നതാണ്, ഇന്ന് എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്, ഞാൻ വെച്ചിട്ടില്ല, എൻ്റെ കർത്താവ് സൗഖ്യം. ഈ വിശ്വാസത്തോടെ ഞാനിവിടെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണട വെച്ചിട്ടിരിക്കുന്നവരെ കണ്ണട എടുത്ത് മാറ്റിയാട്ടെ. ഹല്ലേലൂയ. ഇനി കണ്ണട വെക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തു കഴിയും. ഞാൻ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണട മാറ്റിയിട്ട് കണ്ണിൽ കൈവച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി കണ്ണട വയ്ക്കരുത്. കണ്ണട ഇല്ലാതെ വീട്ടിൽ പോകണം. നടക്കാൻ പ്രയാസമായിട്ടും തോന്നിയാലും, ചെവിന് കണ്ണ് കാണുന്നില്ലെന്ന് തോന്നിയാലും വിശ്വാസത്തോടെ വീട്ടിൽ പോവുക. എന്നിട്ട് കിടന്നുറങ്ങുക. നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കണം, കുളിക്കണം, കണ്ണട വെക്കരുത്, കുളിക്കണം. കുളിച്ച് കഴിഞ്ഞ് വെച്ച് 23-ാം സങ്കീർത്തനം വായിക്കണം കേട്ടോ. എന്നിട്ട് വൈകുന്നേരം വന്ന് സാക്ഷ്യം പറയണം. അടുത്ത ദിവസം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മലയാളി തൻ്റെ മകനുമായിട്ട് വന്നു. മകനൊരു 8 വയസ്സ് കാണും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ബാപ്റ്റിസ്റ്റ് സഭയിലെ ഒരു പാസ്റ്ററാണ്, ഇതെൻ്റെ മകനാണ്. അവന് കൊച്ചുനാളിൽ തൊട്ടേ കണ്ണടയുണ്ട്, വലിയ കട്ടിയുള്ള കണ്ണടയാണ്. മാത്രമല്ല അവന് കണ്ണട വെച്ചാൽ പോലും ചുവന് കാണത്തില്ല. ഇന്നലെ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ കണ്ണടയെടുത്ത് മാറ്റിയിട്ട് അവൻ്റെ കയ്യിൽ അവൻ്റെ കൈയൂടെ പിടിച്ചിട്ട് കണ്ണിലോട്ട് വെച്ച് കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചു. എൻ്റെ മോൻ എത്ര വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞില്ല. ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ വീട്ടിൽ പോയി. എൻ്റെ മോൻ രാവിലെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, കുളിക്കാൻ പറഞ്ഞു. കുളിച്ചു കഴിഞ്ഞ് വെച്ച് ഹല്ലേലൂയ, അവൻ ക്ലോക്കിലോട്ട് നോക്കി വെച്ച് പറഞ്ഞു, എനിക്കിപ്പോൾ ചൊവ്വിന് കാണാൻ കണ്ണടയില്ലാതെ 23-ാം സങ്കീർത്തനം തുറന്നവൻ വായിച്ചു. അവന് കാഴ്ച കിട്ടി. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളും ഇത് തന്നെ ചെയ്യണം. എന്താണ്? വിശ്വാസത്താൽ. ഹല്ലേലൂയ. ഈ കൊച്ചിന് കണ്ണട മാറിയതുപോലെ ഞാൻ കണ്ണട മാറാനായിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. നിൻ്റെ കാഴ്ച. ഞാൻ ഒരിക്കൽ മലേഷ്യയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഏത് സ്ഥലമാണ് കർത്താവെ, സ്ഥലത്ത് പേര് മറന്നുപോയല്ലോ, കൊളാർ ട്രങ്കാനോ, അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ മീറ്റിംഗാണ്. 1983-ലായിരിക്കണം, 80 അല്ലെങ്കിൽ 84-ലായിരിക്കണം. ഞാനവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കാരണം ഞാൻ മലേഷ്യയിൽ ആദ്യം പോയത് 1983-ലാണ്. അപ്പോൾ അന്നാണോ അതിനടുത്ത വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അടുത്ത വർഷം ഞാനവിടെ പോയി. അവിടെ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണട മാറാനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരുടെയൊക്കെയാണ് കണ്ണിന് അസുഖമുള്ളത് വെച്ചാട്ട്. ആ മീറ്റിംഗ് തീർന്നതിൻ്റെ അവസാനത്തെ ദിവസം ഒരു ചൈനക്കാരി സ്ത്രീ, നേഴ്സാണ്, അവിടെ രജിസ്റ്റേർഡ് നേഴ്സാണ്. അവർ പറഞ്ഞു, എനിക്ക് കണ്ണട വെക്കാമായിരുന്നു, എൻ്റെ കണ്ണട മാറ്റേണ്ടിയ സമയമായി. എനിക്കറിയാം എൻ്റെ കണ്ണട മാറ്റി വെക്കത്തുള്ളൂ, കാഴ്ച കുറഞ്ഞു. പക്ഷേ എൻ്റെ ഈ കണ്ണട വേറെ കണ്ണട വാങ്ങിക്കാനുള്ള എൻ്റെ ഈ പൈസ ഇല്ല. ഞാൻ വിഷമത്തോടെ പ്രാർത്ഥിച്ചോടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിക്കകത്ത് 5-6 ലൈറ്റ്. ഞാൻ നോക്കിയപ്പോൾ ഇല്ല, ഒരു ലൈറ്റേ ഉള്ളൂ. പക്ഷേ എൻ്റെ കണ്ണടയുടെ നമ്പർ മാറി, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ നമ്പർ മാറി. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവാണ് 2 വിധത്തിൽ. ഒന്ന്, നിങ്ങളുടെ കണ്ണട മാറട്ടെ, നിങ്ങളുടെ കണ്ണട മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ അസുഖം മാറട്ടെ. ആർക്കാണ് കണ്ണിൻ്റെ അസുഖം? ആർക്കാണ് കണ്ണിന് ശരിയായിട്ട് കാഴ്ചയില്ലാത്തത്? എന്താണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രോഗിയാണോ നിങ്ങൾ? ഞാൻ കൈവച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഈ ഭർത്തമായിയെ സൗഖ്യമാക്കിയവനായ കർത്താവ്, ഹല്ലേലൂയ, ആ ചൈനക്കാരി സഹോദരിയെ സൗഖ്യമാക്കിയവനായ ദൈവം, കർത്താവ് ഓംവലിയ ബാപ്റ്റിസ്റ്റ് സഭയിലെ പാസ്റ്ററുടെ മോനെ സൗഖ്യമാക്കിയവനായ ദൈവം, ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണട മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണട മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കണ്ണട മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണട മാറുക, സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ. കണ്ണിൻ്റെ അസുഖം എന്താണോ, ഞരമ്പിൻ്റെ അസുഖമായിരിക്കാം, വേറെ ഏതെങ്കിലും അസുഖമായിരിക്കാം, എനിക്കറിഞ്ഞൂടെ. ഞാൻ ഡോക്ടറല്ല, ഞാനൊരു നേഴ്സ് പോലും അല്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ മാറി സൗഖ്യമുള്ളവരായി തീരട്ടെ. വേദന മാറട്ടെ. കണ്ണിനകത്ത് വരുന്ന പീള അലിയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, മാറട്ടെ. സൗഖ്യമുള്ളവരെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട സകല രോഗവും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കണ്ണിൻ്റെ അസുഖം മാത്രമാണോ? ഇല്ല, ബാക്കി എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിയും. നിൻ്റെ കാലിൻ്റെ വേദന മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിൻ്റെ നടുവിൻ്റെ വേദന മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ നടുവിൻ്റെ വേദന മാറട്ടെ, അവരുടെ കാലിൻ്റെ വേദന മാറട്ടെ, കൈ പൊങ്ങാത്തത് കൈ പൊങ്ങട്ടെ, അവരുടെ തലവേദന മാറട്ടെ. എവിടെയൊക്കെയാണ് അവർക്ക് അസുഖമുള്ളത്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. എനിക്ക് എഴുതണം കേട്ടോ. സൗഖ്യമായി കഴിയുമ്പോൾ എനിക്ക് എഴുതണം. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.